എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. ഈ പ്രണയത്തിന് വേണ്ടി നമ്മള് പൈസ പോയിട്ടുണ്ടോ? അധികം പോയിട്ടില്ല, എന്നാലും ഒരു 1500 പോയിട്ടുണ്ട്. ഡെയിലി ഇപ്പം നമ്മളൊക്കെ കാണുന്ന ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നതിനനുസരിച്ച് അലൻ ഡെയിലി ഒരു 10,000 രൂപ കൂടുതൽ വരുമാനം ഉണ്ടെന്നാണ് നമ്മളുടെ ഒരു അല്ലല്ല അങ്ങനെയാണ് പല ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതിലൊക്കെ കുറച്ച് കുറവാണ്. 1500 എന്ന് പറഞ്ഞ വലിയ എമൗണ്ട് ആണ് ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് മുടക്കാന്ന് പറയുന്നത്. മുടക്കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ തേക്കുന്നതല്ലല്ലോ, തേച്ചതാണത്. അത് ഫോണിലൂടെ ബന്ധമായിരുന്നു. അത് എനിക്ക് കയ്യിൽ നിന്ന് കാശ് പോയി, റീചാർജ് ചെയ്യാൻ ചോദിച്ചാൽ പൈസ ഫോണിന്റെ ഡിസ്പ്ലേ പിന്നെ 1-2 പേര് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കേഡറ്റ്സ് ക്ലാസ്സിൽ പഠിച്ച സമയത്ത് 1-2 പേരെ വേറെ പറയാൻ പോയതാ. പിന്നെ അത് അത് മെച്ചൂരിറ്റില്ലാത്ത പ്രായത്തിലുള്ള പ്രയാസം. പക്ഷെ മെച്ചൂരിറ്റി വന്ന ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് പേരുടെ പറയാൻ പോയിട്ടില്ല. പക്ഷെ ഇഷ്ടമുണ്ടോ പ്രണയം ആരോടെങ്കിലും? മെച്ചൂരിറ്റി വന്നതിന് ശേഷം ആരെങ്കിലും എനിക്ക് പറയാം, പേരൊന്നും പറയുന്നില്ല, തോന്നുന്നുണ്ട്. പക്ഷെ സീരിയലിൽ നിന്നൊക്കെ തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പറയാനുള്ള ധൈര്യക്കുറവാണ്. അല്ല, ഞങ്ങൾ ഇപ്പം അലൻ ജോസ് കുറെ ഫിലിമിലും അതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിനുള്ള ഒരു ആർട്ടിസ്റ്റുകളോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മറ്റേ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അലൻ ജോസിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല, മിണ്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രപ്പോസൽ അങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ആരും ഇഷ്ടം എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. അതൊരു മേഖല വ്യത്യസ്തമുണ്ടല്ലോ, കാരണം ആ ഒരു ഫെയിമും കാര്യങ്ങളും വേറെ. അല്ല, ഇപ്പൊ സീരിയലും സിനിമയിലും ഉള്ളവരെക്കാട്ടിലൊക്കെ ഫെയിം അലൻ ജോസ് തന്നെയാണ്. ഓഫ് കോഴ്സ് ഞങ്ങൾ തന്നെ ഇവിടെ ഇന്റർവ്യൂവിൽ വരാനുള്ള കാരണം എന്താണ്? അലൻ ജോസ് ഞങ്ങളെക്കാട്ടൊക്കെ കൂടുതൽ ഫെയിമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അലൻ ജോസ് വിളിച്ചപ്പോൾ ഒന്നും മിണ്ടാണ്ട് ഞങ്ങൾ വേറൊരു പ്രോഗ്രാമിൽ പോയതാണ്. വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ എന്തായാലും ഈ റൂട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓടി വന്നത് തന്നെ എന്താണ്? അലൻ ജോസിന്റെ ഫെയിം കൊണ്ടാണ്. ഇവര് തമ്മിൽ നേരത്തെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, ഈ ഫെയിം കണ്ടിട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഫെയിം അതേ പറഞ്ഞ ഫോണിലൂടെയുള്ള അത് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഒരു ഒരു പെണ്ണ് വന്നിട്ട് കണ്ടിട്ട് കൃഷ്ണപ്രിയ അങ്ങനെ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ല. കാരണം നമ്മൾ ഇപ്പോ ചില ആൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഈ ഗ്യാങ് എന്നൊരു സംഭവം ഉണ്ടല്ല, ഈ തൊപ്പി ഗ്യാങ്. അതുപോലെ എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അവരെ കൂട്ടത്തിൽ നിൽക്കാറില്ല. കാരണം അങ്ങനെ കൊണ്ടല്ല, അവരുടെ പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് മാത്രമല്ല. ഒന്നാമത് എന്റെ പ്രായം 25 പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഏകദേശം ഇപ്പൊ ഒരു 3 വർഷം 22 തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? കുറെ ആൾക്കാർ പറയുന്നുണ്ട് കൂടുതൽ പ്രായം പറയാത്തതാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ കൂടുതലും സൗഹൃദം ഉള്ളത് 30 തുടങ്ങിയുള്ള ആൾക്കാരുടെ സൗഹൃദം. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും 26-60 ഉണ്ട്. 26 വയസ്സ് 30 പ്രായത്തിന് കൂടുതലുള്ളവരോട് കൃഷി തോന്നിയിട്ടുണ്ട്. ക്രഷ് തോന്നിയിട്ടുണ്ട്. നമ്മളത് പറയാറില്ല. തോന്നിയിട്ടുണ്ടാവും നമുക്ക് ക്രഷ്. ഒരു മറ്റേ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത് എന്താ പ്രണയമാണോ അല്ലെങ്കിൽ എന്താ പറയാ? അല്ല, ഈ ആറാട്ടണനൊക്കെ പല ഫിലിം സ്റ്റാർസിന്റെ അടുത്തൊക്കെ അങ്ങനെ പറയാൻ താല്പര്യം. എനിക്കൊരു ഇഷ്ടം തോന്നിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാൻ എനിക്ക് താല്പര്യം. മീഡിയ വഴി പറഞ്ഞിട്ട് ആ ഒരു പബ്ലിസിറ്റി ചെയ്തിട്ട് ആ കല്യാണം നടക്കണ്ട. കല്യാണം നടക്കൂല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ചീപ്പ് പബ്ലിസിറ്റിയാണ് പക്ഷെ ആ സംഭവം. അപ്പൊ എന്നെ സംഭവിച്ചത് നേരിട്ട് പോയിട്ട് അവിടെ പോയി അവതരിപ്പിച്ചിട്ട് എസ് ഓർ നോ കിട്ടിയിട്ട് നമുക്ക് മൈൻഡിൽ ആവുമല്ലോ. ഫോൺ ചെയ്യാറുണ്ടോ ആരെങ്കിലും ഇങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ സംസാരിച്ചിരിക്കാറുണ്ടോ? നമ്മള് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ അധികം വിളിക്കാറില്ല. മെൻസ് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ടിൻ ചേട്ടനെ വിളിക്കാറുണ്ട്, ബിബിൻ ചേട്ടനെ വിളിക്കാറുണ്ട്, ബിബിൻ ജോർജ്. അവരൊക്കെ ഇടയ്ക്ക് വിനയ് ചേട്ടനൊക്കെ ഇടയ്ക്ക് വിളിക്കുന്ന ഫോട്ടോ വിളിക്കാറുണ്ട്. അല്ല, ഞാൻ ഈ പ്രേമത്തിനെ സംബന്ധിച്ച് ചോദിച്ചാണ്. അവര് വഴി ഇപ്പൊ ആക്ച്വലി ഇതിനൊക്കെ എന്തെങ്കിലും സിനിമയിൽ വല്ല ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ചില ആൾക്കാര് മറ്റേ ചില അതില് റോൾ ഉണ്ടെന്ന് പറയാറുണ്ട്. അവന്റെ പേര് ഞാൻ പറയുന്നില്ല, റോൾ പറയാറുണ്ട്. പിന്നെ അത് സിനിമ അറിയാലോ, സമയമുണ്ട്. എനിക്ക് ഈ അടുത്ത് ഏഷ്യൻ ടെലിവിഷൻ അവാർഡില് ഒരു സ്കിറ്റിൽ എനിക്ക് ചെയ്യാൻ. അപ്പൊ അതൊരു വലിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ നമ്മളെ എന്റെ വീഡിയോസിന് താഴെ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് അങ്ങനെ ഇടുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമില് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കൊച്ചിക്കാരനായിക്കോട്ടെ, പേരെടുത്ത് പറയുന്നുണ്ട്, ചേട്ടന്റെ പേരാണ് വിഷ്ണു കൊച്ചിക്കാരന്റെ പറ്റി മറ്റേ നമ്മുടെ അഭിലാഷാട്ടയം, അവര് മാഹിനാണെങ്കിൽ എന്റെ ഫ്രണ്ട്സാണ്. അപ്പൊ അവരെ പോലുള്ള ആൾക്കാരെ ഏഷ്യനെറ്റ്
ആ ഒരു ഫ്ലോറിൽ വിളിച്ചില്ല പറഞ്ഞാൽ എന്നെ വിളിച്ച് അഭിലാഷിനെ കൂടെ കണക്ട് വിളിച്ച് ഞാൻ പോയി വർക്ക് ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് അവരെ വിളിച്ചില്ല ചെയ്യിപ്പിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് ഏഷ്യനെറ്റാണ് വിളിക്കേണ്ടത്, ഞാനല്ല. എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരിക്കലും അലൻ ജോസിന്റെ ഫെയിം അത്രയ്ക്ക് അവരെ കണ്ടൊക്കെ മുകളിലാണ്. പക്ഷെ എനിക്ക് തന്ന പേയ്മെന്റ് ഞാൻ വേണമെങ്കിൽ പറയാം, എനിക്കത് പേടിയില്ല. കാരണം 5000 രൂപ എനിക്ക് കിട്ടിയത്. കാരണം എനിക്ക് പറയാനത് എനിക്ക് നാളെയില്ല. കാരണം ആ പ്രതിഫലം പറയണമല്ലോ. കാരണം നമുക്ക് ഒരുപാട് പൈസ കിട്ടിയെന്ന് ഓർക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എനിക്ക് ആ ഏഷ്യാനെറ്റ് ഫ്ലോറിൽ നിന്ന് എനിക്ക് 3 മാസം കഴിഞ്ഞിട്ടാണ് പൈസ കിട്ടിയത്. 3 മാസം അത് ചോദിച്ചു ഇല്ല, ലാസ്റ്റ് ചോദിച്ചപ്പോ നടന്നില്ല. 2 മാസം ചോദിച്ചിരുന്നു. പിന്നെ കിട്ടണമെന്നപ്പോ പിന്നെ ഏഷ്യാനെറ്റിന്റെ നമ്പർ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ കറക്റ്റ് പൈസ അക്കൗണ്ട് വന്നു. ബിഗ് ബോസിലേക്ക് ഈ പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ടോ? വിളിച്ചിട്ടില്ല, വിളിച്ചപ്പോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അലൻ ജോസിനെ ബിഗ് ബോസിൽ കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചേട്ടനോടാണ്. അപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നല്ലൊരു ഡയലോഗുള്ള ഒരു റോളുണ്ട്, കഥാപാത്രം പറയാൻ പറ്റില്ല, ഒരു റോള് അതിൽ ചെയ്തിരുന്നു. ആ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? കോർഡിനേറ്റർ വഴിയാണോ അല്ലെങ്കിൽ സിനിമയിലെ മെയിൻ ആൾക്കാർ ലിസൺ സ്റ്റാർ വിളിക്കുകയായിരുന്നു? എങ്ങനെയായിരുന്നു എന്റെ എക്സ്പീരിയൻസ്? ഞാൻ അത് ഒരു ഓഡീഷന്റെ ഇത് പോസ്റ്റർ കണ്ടിട്ട് ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത്. അപ്പൊ കുറച്ചു ആൾക്കാരെ മാത്രം അതിൽ സെലക്ട് ചെയ്തുള്ളൂ. എന്നിട്ട് പിന്നെ അത് ആ ടൈമിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിനിമ എന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീം ആണല്ലോ. അപ്പൊ ഇത്രയും നല്ല പൃഥ്വിരാജിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റിയതും പിന്നെ അങ്ങനെ ഒരു ക്രൂ ജയറായിരുന്നു എന്റെ ഡയറക്ടർ, അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു. അപ്പോ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോ നമ്മുടെ ഗോഡ് ബ്ലസ് യു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിരുന്നു. എത്ര സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഇപ്പൊ നായകനായിട്ട്? 2 സിനിമ നായകനായിട്ട് ചെയ്തു. ഗോഡ് ബ്ലസ് യു അല്ലാതെ എല്ലെന്ന് പറഞ്ഞൊരു മൂവി, ഹൊറർ ഇതായിരുന്നു. പിന്നെ സിനിമയുടെ കാര്യം കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ചേട്ടന്റെ സിനിമകൾ TV പ്രീമിയർ ചെയ്തിട്ടുണ്ട് ഇതുവരെ? TV ചെയ്തിട്ടുണ്ട്. മനോരമയിൽ ചെയ്തിട്ടുണ്ട്, എല്ലെന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു സൂര്യയില് വരെ ചെയ്തിട്ടുണ്ട്, സൂര്യ TVയില്. അപ്പൊ അതിന്റെ ഒരു പ്രേക്ഷക പ്രതികരണം എങ്ങനെയായിരുന്നു? നമ്മളൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അന്നൊരു എൻട്രി ആയിരുന്നു. എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനത് ചെയ്തത്. അപ്പൊ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമ്മളൊരു എല്ലാം കേട്ട് നമ്മൾക്ക് ഓക്കെ, നമുക്ക് വേറെ അന്ന് ഞാൻ ഈ സീരിയലും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി മുതലെടുത്തു. ആൾക്കാര് ആക്ടിങ് കുഴപ്പമില്ല ആ ഒരു രീതിയിൽ. എനിക്ക് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ അവരിൽ നിന്ന് വന്നൊരാളാണോ ചേട്ടന്? അപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും ചേട്ടന്, അല്ലെ? ആ ഒരു കാറ്റഗറിയില്. അപ്പൊ അവരെ കൈപിടിപ്പിച്ച് വളർത്താൻ പറ്റുമെന്നില്ലെങ്കിലും അവർക്കുള്ള സപ്പോർട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചേട്ടന്? സപ്പോർട്ട് എന്താന്ന് വെച്ചാല് ചാൻസ് ചോദിച്ച ഒരാൾ ചേട്ടൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി ചേട്ടൻ സമീപിച്ച് കഴിഞ്ഞാൽ ചേട്ടന്റെ ഒരു നിഗമനം എന്താ? നമ്മൾക്കുണ്ടാവുന്ന വിധത്തിലെല്ലാം സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴും ആൾക്കാര് നമ്മുടെ കൂടെ, എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന കുറെ കോണ്ടാക്ട്സ്, വ്യക്തികളുടെ പേര് പറയുന്നില്ല, അവരിപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കോണ്ടാക്ട്സ് കൊടുക്കും കൺട്രോളേഴ്സിന്റെ. ഇതിപ്പോ സീരിയലിൽ ഇവര് സെലക്ട് ചെയ്യണതെന്ന് വെച്ചാല് ചാനലാണ് സെലക്ട് ചെയ്യണത്. ഇപ്പൊ പുള്ളിയാണെങ്കിലും ഒരു ചെറിയ റോളിൽ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ നിന്ന് പറയാം. ഞാൻ സിനിമയില് 1-2 സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുമ്പോൾ എന്താ ജൂനിയർ ആർട്ടിസ്റ്റ് പറയാൻ പാടില്ല. ഞാൻ പറയാം, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരു 4-5 വർക്കിൽ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലേക്ക് കാറ്റഗറൈസ് ചെയ്യും. ഇപ്പൊ ഒരു കോൺസ്റ്റബിൾ ആയിട്ട് അഭിനയിച്ച ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും മുന്നേ പുള്ളി ഒരു ക്യാരക്ടർ റോൾ വിളിക്കില്ല. അവര് പിന്നെ വിളിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളാണോ ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്ത് അത്രയും പേരെ ആൾക്കാരെ വിളിക്കും. ഞാൻ നാളൊരു മീനസ് വെച്ചാൽ കഴിഞ്ഞിട്ട് ഒരു സീരിയലില് ചാനൽ ഞാൻ പറയണില്ല. അപ്പോ TV ചാനലിൽ എന്നെ വിളിച്ചിരുന്നു. സീരിയലില് ഒരു കുറച്ച് ദിവസം മാത്രം കളിക്കുന്ന സീരിയലായിരുന്നു. അപ്പൊ ആ ഒരു സീരിയലിലേക്ക് വിത്തൗട്ട് പേയ്മെന്റ് എന്നെ വിളിച്ചത്. അത് എറണാകുളത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ആരെ കുറ്റപ്പെടുത്തി പറയാനല്ല, എറണാകുളം ജില്ലയിലാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യാറ്. അന്ന് സമയത്ത് എന്റെ കയ്യിൽ ഇപ്പൊ എപ്പോഴും പേയ്മെന്റ് എടുക്കാനുണ്ടാവും ഇല്ലല്ലോ. അന്ന് നമുക്ക് അക്കൗണ്ടിൽ ഒരു 1000 രൂപ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്ന് വിളിച്ച സമയത്ത്. അപ്പൊ ഞാനൊരു 3000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് വന്ന് ചെയ്യാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് തരാന്ന്. അക്കോമഡേഷൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ കൂടെ വരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് പോകാനുള്ള അല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അലൻ ജോസിനെ സംബന്ധിച്ച് അങ്ങനെ പോയി ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നില്ല. അലൻ ജോസിനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവർക്ക് സീരിയലിനാണെങ്കിലും സിനിമയ്ക്കാണെങ്കിലും അവർക്ക് റീച്ച് കിട്ടും.
ഇപ്പൊ എന്താണ് എല്ലാവർക്കും ഈ സിനിമാക്കാരിപ്പോ എന്താ ചെയ്യണേ? ഇപ്പൊ ഈ റീൽസ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചെന്തിനാണ് അഭിനയിപ്പിക്കണേ? ഈ സിനിമ ഏതൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള എത്രയോ ആൾക്കാരെ വിളിച്ചിട്ട് അഭിനയിക്കണേ. അവർക്ക് അറിയാവുന്ന ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പൊ ഈ നമ്മുടെ ഈ കുക്ക് ഓഫിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് എന്റെ കാര്യം പറയാം. ഞാൻ എത്രയോ കുക്ക് ഓഫ് റിജക്ഷൻ ആയിട്ടുള്ളത് അറിയോ? ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറവാന്ന് പറഞ്ഞ പുള്ളിനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അലൻ ജോസ് പെരേരയെ സംബന്ധിച്ചിടത്തോളം റീച്ച് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ നിങ്ങൾ പോയി ഫ്രീ ആയിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ടേ 2 വർഷം മുന്നേ ഒരു പടം ചെയ്തിരുന്നു, ബാഡ് ബോയ്സ്. അതില് എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്റെ കൂടെ പെർഫോം ചെയ്തത് ഒറ്റ ഫ്രെയിമിൽ തന്നെ 3-4 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതില് സെന്തിൽ കൃഷ്ണ, പിന്നെ ആൻസൺ പോൾ, ഇവരൊക്കെ നായകന്മാരായിട്ട് അഭിനയിക്കുന്ന സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ നമ്മൾ ഒറ്റ ഫ്രെയിമിൽ പെർഫോം ചെയ്തിട്ട് അതെന്തോടെ കോമഡി ആയിക്കോട്ടെ നമ്മൾ പെർഫോം ചെയ്തു. അപ്പൊ അത് ഇറങ്ങിയിട്ടും ഈ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ സീരിയലിൽ പറഞ്ഞത് നിങ്ങള് ഈ വലിയ വലിയ കലാകാരന്മാരോടെ അഭിനയിച്ചിട്ടില്ലല്ലോ. കാശ് ചോദിച്ചപ്പോളേ 3000 ചോദിച്ചപ്പോ ബസ് കാശ് അതൊക്കെ അവര് ഒരു മുടന്തം ന്യായമാണ്. അവർക്കും അറിയാം അലൻ ജോസിനൊക്കെ എന്തോരം വാല്യൂ ഉണ്ടെന്ന്. അപ്പൊ അലൻ ജോസ് പെരേരയുടെ ഒരു ഫസ്റ്റ് ഒരു വീഡിയോസ് എടുക്കുമ്പോൾ ആദ്യം അലൻ ജോസ് പെരേരയാണോ ഫ്രണ്ടിൽ എന്നുണ്ടെങ്കിൽ ആൾക്കാർ തീർച്ചയായിട്ടും എന്ത് തന്നെയാണെങ്കിലും കാണാനിരിക്കും. അത് കോമാളിത്തരമായിരിക്കാം അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ആ സമയത്തെ നമ്മള് അങ്ങനെ പറഞ്ഞപ്പോ കട്ടായില്ല, വിളിച്ചില്ല. അതിന് പകരം ആ ചാനലിൽ തന്നെ ആങ്കറിന്റെ പേര് ഞാൻ പറയാനുള്ള ആങ്കറിനെ വിളിച്ചറിയിപ്പിച്ചു. ആ ചാനലില് ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വർക്ക് ചെയ്യുന്ന ആങ്കറിനെ വിളിച്ചിട്ട് ആ ക്യാരക്ടർ കൊടുത്തു, കോമഡി ക്യാരക്ടർ. പക്ഷെ അത് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ എന്തായാലും നമുക്ക് അവസരം എപ്പോഴെങ്കിലും കിട്ടും, അല്ലാണ്ട് നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് അലൻ ജോസ് പെരേരയെ പലരും മിസ്യൂസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈവൻ അലൻ ജോസ് പെരേരയുടെ ഒരു പേജിൽ കൂടെ അല്ല അലൻ ജോസ് പെരേര റീച്ച് ആയിട്ടുള്ളത്, മറ്റു പലരുടെ പേജിൽ കൂടാണ് അലൻ ജോസ് പെരേര റീച്ച് ആയിട്ടുള്ളത്. സ്വന്തമായിട്ട് പേജില്ലേ? സ്വന്തമായിട്ട് പേജ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തോ? ഇപ്പൊ മറ്റുള്ളവര് അലൻ ജോസ് പെരേര ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 75,000 ഫോളോവേഴ്സ് ഉള്ള പേജ് ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് 65,000 മേളിൽ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം അടിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരാളെപ്പോഴും ഒരു ഫ്രണ്ട് ആരെങ്കിലും പേഴ്സണലി ഇവരെന്തായാലും അലൻ ജോസ് പെരേരനെ യൂസ് ചെയ്യുന്നു മറ്റു മീഡിയക്കാര്. അപ്പൊ എന്തുകൊണ്ട് ഒരാളെ കൂടെ നിർത്തിക്കൂടാ? അവർക്ക് ആ റീച്ച് പോലെ കിട്ടില്ലേ? ഇപ്പൊ നമ്മളത് നോക്കുന്നുണ്ട്. ഒരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടൊരു ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ട്. കാരണം ഓൺലൈൻ ഫോണില് IP അഡ്രസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നവരുടെയുണ്ട്. അല്ല, അങ്ങനെ ചെയ്യണം. ഇപ്പം എനിക്ക് തോന്നിയിട്ട് അലൻ ജോസ് പെരേരയെ പലരും മിസ്യൂസ് ചെയ്യാണ്. ഫ്രണ്ട്സിനായിട്ട് തന്നെ എന്തോ പേഴ്സണലി പ്രശ്നങ്ങളും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കൂടെ നടന്ന ആൾക്കാർ അവരോട് പറയാനുള്ളത് അവർ പറഞ്ഞത് എല്ലാ സീരിയലിലും അവർക്ക് അവസരം കൊടുക്കുക, അല്ലെങ്കിൽ പരസ്യങ്ങൾ ഞാൻ TV ചെയ്തിട്ടില്ല, എന്നാലും മൊബൈൽ പരസ്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊക്കെ അവസരം അത് നമുക്ക് തന്നെ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് വൈൻഡപ്പിലേക്ക് കിടക്കാം. അല്ല, ഒരു ചോദ്യം കൂടെ. അലൻ ജോസ് പെരേര വൈറലായത് റിവ്യൂ പറഞ്ഞിട്ടാണ് അല്ലേ? ഇപ്പൊ എന്തുകൊണ്ട് റിവ്യൂസ് അങ്ങനെ അധികം പറയുന്നില്ല? അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോട്ട് തിരിഞ്ഞുകൊണ്ടാണോ? ആക്ടിങ് ഫോക്കസ് ചെയ്തുകൊണ്ടാണോ? ഫോക്കസിങ് അല്ല, ആക്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അഭിനയം അറിയാം, കഴിവുണ്ടെന്ന് നമ്മൾ പറയുന്നത്. കഴിവ് കാണിക്കണമെങ്കിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഇപ്പോ മിനിസ് കിച്ചൻ പോലത്തെ ഒരു സീരിയൽ വന്നു, അതിനുശേഷം അടുത്ത നെക്സ്റ്റ് ഇപ്പോ നമ്മള് ചിന്തിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് വർക്കാണ്. പക്ഷെ അവിടെ അത് സ്റ്റോപ്പായി. ഇപ്പൊ നമ്മളൊരു മൈൻഡ് കട്ടായി. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രേക്ക് എടുത്തിട്ട് വേറെ വല്ല ജോലിക്ക് പോകാൻ ഒരു മൂഡ് ഉണ്ടാവും. റിവ്യൂ തന്നെ തുടർന്നുകൂടായിരുന്നോ? സ്വന്തമായിട്ട് പേജ് തുടങ്ങിയിട്ട് അലൻ ജോസിന് തന്നെ റിവ്യൂസ് ചെയ്തുകൂടെ? ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സ്വന്തം പേജിലല്ല ചെയ്യുന്നത്. മറ്റുള്ളവർക്കല്ലേ അതിന്റെ പ്രയോജനം കിട്ടുന്നത്. അലൻ ജോസിന് എന്തെങ്കിലും മോണിറ്റൈസേഷൻ വന്നിട്ട് പേജിൽ കൂടെ പേയ്മെന്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വന്തം പേജിൽ വേണ്ട ചെയ്യാൻ. അപ്പൊ നമ്മളൊരു വീഡിയോ അത്രയും വ്യൂസ് ഉണ്ട്. ഇപ്പൊ അടുത്ത മാസം മുതൽ അത് നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തുടങ്ങണം. അലൻ ജോസ് സ്വന്തമായിട്ടൊരു പേജ് തുടങ്ങിയിട്ട് അലൻ ജോസിന് വേണ്ടിട്ട് ഇപ്പൊ നിലമ്പൂരിൽ പോലെ തന്നെ അതിനെക്കാട്ടി ഫെയിം ആവാം എനിക്ക് തോന്നുന്നു. അലൻ ജോസിന് അല്ലേ? അലൻ ജോസിന് അതിനെക്കാട്ടി ഫെയിം ആവാം. അതൊരു പേജ് തുടങ്ങും. അല്ല, ഞാൻ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അലൻ ജോസിന്റെ പേജ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ടില്ല. അലൻ ജോസിന്റെ പേജ് അത്ര റീച്ച് അല്ലെന്ന് തോന്നുന്നു എനിക്ക്. മറ്റു പല വീഡിയോകളിലാണ് അലൻ ജോസിന് റീച്ച് ആയിട്ട്.
അപ്പൊ സ്വന്തമായിട്ട് ഒരു പേജ് തുടങ്ങുക. അത് പിന്നെ ഫ്രീ കണ്ടന്റ് എന്ന രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ അത് അലൻ ജോസിന് പ്രത്യേകിച്ച് പ്രയോജനം കിട്ടുന്നില്ല. ഐ മീൻ എനിക്കറിയില്ല, ഇന്നോഗ്രേഷനും അങ്ങനെയുള്ള നമുക്ക് ചില പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ഓപ്പണായിട്ട് പറയാം, ഇപ്പൊ തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് അൺപെയ്ഡ് ആണ് എല്ലാവരും ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ സ്പേസിൽ പോയിരിക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ട്രാവൽ എക്സ്പെൻസ് തരാറുണ്ട് അല്ലേ? പിന്നെ ഒരു ചോദ്യം, ഇപ്പൊ എന്തായാലും വേൾഡ് കപ്പാണ്, ആര് കപ്പടിക്കുന്നതാണ് അലൻ ജോസിന് തോന്നുന്നത്? കാണാറുണ്ടോ? കാണാറുണ്ട്. ഏതാ ആരുടെ ഫാനാണ്? അർജന്റീന. അർജന്റീന ഫാനാണ്. മെസ്സി കപ്പടിക്കട്ടെ. ഇപ്പൊ എന്തായാലും വൈൻഡപ്പിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പോ ഇനിയിപ്പോ സീരിയലില് എന്ത് തരം റോൾസ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അടുത്തൊരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാല്? തീർച്ചയായിട്ടും ഞാനൊരു 5 വർഷത്തോളമായി സീരിയൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഈ 5 വർഷവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം ഇനി ഒരു പോസിറ്റീവ് ക്യാരക്ടർ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോസിറ്റീവ് ക്യാരക്ടറാണ്, പക്ഷെ അത് ലിമിറ്റഡ് ആണ്, സീൻസ് കുറവാണ്, അങ്ങനെ ഒരു ഹീറോ ലെവലിലല്ല. അപ്പൊ ഇനിയൊരു ലീഡിങ് ലെവലിലുള്ള ഒരു പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഒരു ടാലന്റ് കാണിക്കാൻ എല്ലാ രീതിയിലും കാണിക്കണം. ഇപ്പൊ എനിക്ക് നെഗറ്റീവ് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്നൊരു ആക്ടിങ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാം, പറഞ്ഞു നോക്കുക. ഓഡിഷൻ വന്നിരിക്കുകയാണെന്ന് അലൻ ജോസ് വിചാരിച്ചു, എന്നിട്ട് എന്റെ അടുത്ത് ഓഡിഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു നോക്ക്, ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കാം. ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടുകാരൻ പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ട് മനസ്സിലായി മരണപ്പെട്ടു പോയി. അപ്പൊ പെട്ടെന്ന് ആ വാർത്ത അറിയുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ, ഫീലിങ്സ് ഫോൺ വിളിച്ച് പറയാണല്ലേ? ഓക്കെ, വിളിക്ക് നോക്കാം. ഹലോ, അല്ല പറയൂ, എന്തൊക്കെയുണ്ട്? എന്താടാ കേട്ടില്ല, എന്താ പറഞ്ഞേ? നമ്മുടെ കൂട്ടത്തിലുള്ള സതീശനില്ല, പെട്ടെന്ന് ഒരു ആക്സിഡന്റ്. സതീഷ് അങ്ങോട്ട് പോയി പോണല്ലോ. സതീശൻ കുറച്ച് മുമ്പ് കൂടെ എന്നെ വിളിച്ചു. എന്തേ പറഞ്ഞേ? നീ ഫേസ്ബുക്ക് എടുത്ത് നോക്ക്. എന്തിന് നോക്ക്. എടാ സതീശൻ കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ച് വെച്ചതേ ഉള്ളൂ. എവിടെ പോയാ നീ പറയണേ? ചുമ്മാ ഈ ആരെങ്കിലും പറയാൻ കേട്ടോ, ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കല്ലേ കേട്ടോ. അല്ലേ, മോശമാണ് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയും, നീ അത് ചുമ്മാ പറയല്ലേ അങ്ങനെ. എടാ സതീശൻ, എടാ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചടാ. എടാ സതീശൻ, നീ ഒന്നുകൂടെ കൺഫേം ചെയ്തേ. നീ ഒന്ന് വിളിച്ചു നോക്ക്, ഹോസ്പിറ്റലിലോട്ട് ഒന്ന് വിളിക്ക്. നീ ആര് അച്ഛനെ വിളിച്ചു? എടാ നീ വീട്ടിലൊന്ന് വിളിച്ചു നോക്കടാ. എടാ ചുമ്മാ പറയല്ലേ നീ സതി. എടാ വിഷ്ണു, സതീഷ്, എടാ ആരും വിളിച്ചിട്ട് പറഞ്ഞു സതീഷ്. മതിയോ? ചുമ്മാ പിന്നെ ചെയ്യാം. ചേട്ടന് ലിസ്റ്റിന്റെ പടത്തിൽ ചാൻസ് കിട്ടി, ഹീറോ ആയിട്ട്. അപ്പൊ ലിസ്റ്റ് ചേട്ടൻ വിളിക്കുകയാണ്. അപ്പൊ ശരിയാണോ, സത്യമാണോ, ശരിക്കും വിളിച്ചാണോ, ആരെങ്കിലും പറ്റിക്കാൻ വിളിച്ചതാണോ, എന്താണോ നിന്റെ എക്സ്പ്രഷൻ? അത് ശരിക്കും നീ എങ്ങനെ ബിഹേവ് ചെയ്യും? ഹലോ ഹലോ, വിഷ്ണു അല്ലേ? അതെ, ലിസ്റ്റിനാണ്. മനസ്സിലായില്ല. ലിസ്റ്റിൻ സ്റ്റീഫനാണ് പ്രൊഡ്യൂസർ. ഓക്കെ സാർ, പറഞ്ഞു സാർ. വിഷ്ണു അല്ലേ? അതെ. വിഷ്ണു എന്റെ അടുത്ത പടത്തിൽ താൻ ഹീറോ. സാർ താങ്കളുടെ റെമുറേഷൻ എത്രയാണ്? ഞാനിപ്പോ എന്താ പറയാ, അതെ സാർ, നമുക്കിത് നാളെ താൻ ലൈബ്രറിയിൽ വന്നു, നമുക്കിത് കാണാം. ഓക്കെ സാർ, എന്തായാലും കാണാം. ചുമ്മാ പറ്റിക്കാൻ വിളിച്ചില്ല. ഇല്ലടാ, എന്നെ വിളിച്ചിട്ട് ഹീറോ ആയിട്ട് എനിക്ക് ചാൻസ് കിട്ടുന്നുണ്ട്.
പിന്നെ പൃഥ്വിരാജിനെ വെച്ച് പഴം തൊട്ടിക്കുന്ന ഡിസ്ക് നാളെ എന്നോട് മീറ്റിംഗിൽ വരാൻ പറഞ്ഞു. ശരിക്കും ലേബർ ഡേയില്. നീ ഒന്നും വിളിച്ചു നോക്കി ട്രൂക്കോളർ നമ്പർ നോക്ക് പുള്ളിയിലാണോ വിളിച്ചത് ട്രൂക്കോളറിലെ സിനിമ. ആണോ ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടൻ വിളിക്കട്ടെ. അതെ വിളിക്കട്ടെ. അപ്പൊ എന്തായാലും AJP ഷോയിൽ വന്നതിലും അല്പനേരം സംസാരിച്ചതിലും എല്ലാവരും നന്ദി. താങ്ക് യു. ഇനിയും AJP ഷോയിൽ ഇതുപോലെ പുതുപുത്ത അതിഥികളോട് വരുന്നവരെ ഇതിപ്പോ AJP സൈനിങ് ഓഫ്. ബൈ. ബൈ.